രണ്ടുപേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമോ? ഇന്നൊരാള് നാളെ ഒരാള്. നിഷാന ഇന്ന് ഔട്ട് ആവുകയാണെങ്കിൽ അതിന്റെ കൂടെ റോക്കീനെയും കൂടെ പുറത്താക്കുമോ? പ്രൊമോ കണ്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത്. റോക്കീനെ ഇജക്ട് ചെയ്യുമോ? പല പല ഗ്രൂപ്പുകളിൽ ഇത് കാണുന്നുണ്ട്. റോക്കി പുറത്തായി കഴിഞ്ഞു, റോക്കിനെ പുറത്താക്കി എന്നുള്ളത്. ഡബിൾ എവിക്ഷൻ ആണോ? അല്ലാതെ ഇതിൽ കൂടാതെ വേറെ ആരെങ്കിലും ഇനി പുറത്താവുമോ? അപ്പൊ 3 എവിക്ഷനാ. അപ്പോ റോക്കിക്ക് ശിക്ഷ കൊടുക്കാൻ ലാലേട്ടൻ വന്നിരിക്കുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ഒരു ഉഗ്രൻ പ്രൊമോ വന്നിരിക്കുകയാണ്, റോക്കിക്കുള്ള ശിക്ഷ നടപടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റോക്കി പുറത്താകുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഇന്ന് ഒരാൾ ഔട്ടാകും, ഡബിൾ എവിക്ഷൻ ആണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. ഒരു ചാൻസ് കേൾക്കുന്നല്ല, ഡബിൾ എവിക്ഷനുള്ള ചാൻസുകൾ ഉണ്ട്. കേൾക്കുന്നല്ല, ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അതെ, ചിലപ്പോൾ ഇന്നൊരാള് നാളെ ഒരാൾ ഔട്ടാകാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. അപ്പൊ നിലവിൽ നിഷാനയാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്നത് അല്ലെ. നിഷാന ഇന്ന് പോയി, നാളെ മറ്റൊരാൾ പോകാനുള്ള ചാൻസുകൾ വളരെ 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 കൂടുതലാണ്. അപ്പോഴാണ് റോക്കിയുടെ പ്രൊമോയും കൊണ്ടുവരുന്നത്. ലാലേട്ടൻ റോക്കിയോട് പറഞ്ഞു, റോക്കി 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 ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. അതെ, ഇവിടെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചെന്ന് കേട്ടു. ഇതും ചെയ്തിട്ട് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂല. അപ്പോൾ സാധാരണ പ്രോപ്പർട്ടിയൊക്കെ, ബിഗ് ബോസിലെ പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അറിയാതെ നശിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ പലരും ചോദിക്കുന്നു, ചേച്ചി എവിക്ട് ചെയ്ത് കളഞ്ഞാ, അല്ലെങ്കിൽ ഇജക്ട് ചെയ്ത് കളഞ്ഞാ, പുറത്താക്കിയാ. അപ്പോൾ എനിക്ക് തോന്നുന്നപ്പോൾ ബിഗ് ബോസ് ഒന്ന് പറയാണ്, റോക്കി ഇന്ന് പുറത്തായി, അല്ലെങ്കിൽ ഇന്ന്, അതായത് ഇന്നൊരാൾ ഔട്ടാകും. ഇന്ന് പുറത്തായില്ലെങ്കിൽ എന്തായിരിക്കും? ചിലപ്പോൾ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആവാം. അടുത്ത ആഴ്ച ബിഗ് ബോസ് പണിഷ്മെന്റ് ആയിട്ട് 2 ആഴ്ചത്തേക്ക് നോമിനേഷൻ കൊടുക്കും റോക്കിക്ക്. റോക്കി ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ചത്തേക്ക് തുടരെ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് ജയിൽ കൊടുക്കും. 2 ആഴ്ചയും റോക്കിയാണ് ജയിലിൽ പോയത്. മിക്കവാറും നോമിനേഷൻ കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതൊക്കെ സാധ്യതകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. പ്രൊമോയുടെ അപ്ഡേറ്റ് ആണ്. 2 പേര് ഡബിൾ എവിക്ഷൻ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇന്നൊരാൾ നാളെ ഒരാൾ, അതിനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. നിഷാനയ്ക്കാണ് ഇന്ന്, ചിലപ്പോൾ നിഷാന പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നിഷാന തന്നെയായിരിക്കും ഇന്ന് പോകുന്നതും ഔട്ടാകുന്നതും. കൂടെ റോക്കി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അല്ല, നാളെ ഒരാളും കൂടെ ഔട്ടാകാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. നിലവിൽ വൈൽഡ് കാർഡുകളൊന്നും കാണുന്നില്ല. അതെ, വൈൽഡ് കാർഡുകളൊന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒരു അറിവുമില്ല. എപ്പോഴാണോ നല്ല നല്ല തകർപ്പൻ വൈൽഡ് കാർഡുകളെ എന്ന് കയറ്റിവിടും. ഇപ്പം തന്നെ ജാസ്മിനും ഗബ്രിയൊക്കെ 2 ഭാഗത്തായ ശേഷം വേറെ കണ്ടന്റുകളൊക്കെ അടുത്ത ആഴ്ച എന്തുണ്ടാവും എന്നൊരു പിടിയുമില്ല. ഈ ആദ്യത്തെ ആഴ്ച രതീഷായിരുന്നു, 2ാമത്തെ ആഴ്ച ജാസ്മിനും ഗബ്രിയായിരുന്നു, 2 ഒതുങ്ങി. ഇനി അടുത്ത ആഴ്ച ആര് ഭരിക്കും? അതാണ് എനിക്ക് കാണേണ്ടത്. അപ്പം അടുത്ത ആഴ്ച മിക്കവാറും അടുത്ത ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ വൈൽഡ് കാർഡുകളെ കൊണ്ടുവരും അല്ലേ. വൈൽഡ് കാർഡുകൾക്ക് ഒടുക്കത്തെ ചാൻസ് ആണ് കേട്ടോ സീസൺ ജയിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇതുവരെ ഒരു സ്പേസ്, ഇപ്പോൾ കുറച്ച് പേര് നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇതിനെ എക്സൽ ചെയ്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഇല്ല. അപ്പോൾ അത് കണ്ടസ്റ്റൻറ്റ് വന്നിട്ടില്ല, ഇല്ലെന്നല്ല, ആയിട്ടില്ല. അവർ ആകെ ഉള്ളൂ, പതുക്കെ ആവുള്ളൂ. 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. വൈൽഡ് കാർഡുകൾക്ക് ഭയങ്കര സ്കോപ്പുണ്ട് ഈ സീസൺ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, തമിഴ് പോലെ. നോക്ക് നിങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും 2 പേരും ഔട്ടാകുമില്ലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.